പിതാവിൻ്റെയും പുത്രൻ്റെയും റൂഹാദ് ഖുദ്സായുടെയും നാമത്തിൽ എന്നേക്കും ആമേൻ. സ്വർഗം നൽകുന്ന സമത്വത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ മന്നയുടെ അടിസ്ഥാനം. ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണമെന്ന് ഭംഗിയായി പറഞ്ഞു തരുന്നതായിട്ടുള്ള വേദഭാഗമാണിത്. അപരനെ സഹായിക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്നതായിട്ടുള്ള സ്വർഗീയ സാമ്പത്തിക ശാസ്ത്രം. വാക്യം 9 നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സ്വർഗത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം കാണിച്ചു തരുന്നതായിട്ടുള്ള യേശു ക്രിസ്തു തന്നെയാണ് ഈ സമത്വത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിന് മാർഗദീപമായിട്ട് നമുക്ക് മുമ്പിലുള്ളത്. നമുക്കുള്ളതിൽ നിന്ന് നമ്മാൽ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ടുള്ള ഒരു മനോഭാവം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ നിഴലിടും എന്ന് ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വിധവയുടെ 2 വെള്ളിക്കാശ് മറ്റ് എല്ലാവരുടെയും സമർപ്പണത്തെക്കാൾ ഏറ്റവും വലിയതായിട്ട് അല്ലെങ്കിൽ ശ്രേഷ്ഠമായിട്ട് കർത്താവിന് തോന്നുവാനായിട്ട് ഇടയായി തീർന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നാം നമ്മുടെ ഇല്ലായ്മയിൽ നിന്നും നമ്മുടെ ഉള്ളായ്മയിൽ നിന്നും ഒക്കെയും നൽകുന്നതായിട്ടുള്ള ഏതൊന്നും അത് മനഃപൂർവ്വമാണെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ടുള്ളതാണെങ്കിൽ ദൈവികമായിട്ടുള്ള പ്രസാദം നമ്മുടെയൊക്കെയും മേൽ നിഴലിടും. വാക്യം 13 നമ്മൾ ഇപ്രകാരത്തിൽ വായിക്കുന്നു: മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരണമെന്നല്ല, സമത്വം വേണം എന്നത്രേ. സമത്വത്തിന്റെ അനുഭവം നമ്മിലുണ്ടാകണം. ക്രിസ്തു തൻ്റെ ദൈവത്വത്തെ മുറുകെ പിടിക്കാതെ തൻ്റെ സുഭിക്ഷതയിൽ നിന്ന് ഇറങ്ങി വരികയും തൻ്റെ അവകാശത്തെ നമുക്കായിട്ട് നൽകുകയും ചെയ്തു. പുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാനുള്ള അവകാശത്തെ അവൻ നമുക്കായിട്ട് നൽകി. നമുക്കുള്ളതിനെ കുറിച്ച് ഓർത്ത് നമ്മുടെ സുഭിക്ഷതയിൽ നിലനിൽക്കുന്നതിനെ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് അപരന് നൽകിക്കൊണ്ട് സമത്വത്തിൻ്റെ വക്താക്കളായിട്ട് തീരുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ സുഭിക്ഷത മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് മാറട്ടെ. വാക്യം 15 ഇപ്രകാരം സൂചിപ്പിക്കുന്നു: സ്വർഗത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ എന്നുള്ള സമത്വത്തിന്റെ സാമ്പത്തിക ശാസ്ത്രമാണ്. അതുകൊണ്ടാണ് ആദ്യം വന്നവനും അവസാനം വന്നവനും ഒരുപോലെ കൂലി കൊടുക്കുന്ന യജമാനനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഏറെ പെറുക്കിയവന് ഏറെയുമില്ല, കുറവ് പെറുക്കിയവന് കുറവുമില്ല. എല്ലാവർക്കും ഒരുപോലെ സമത്വം, അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ സമവാക്യമായിട്ട് തീരുവാനായിട്ടുള്ളത്. സാമ്പത്തിക ശാസ്ത്രം, സ്വർഗത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം, അത് സമത്വത്തിൽ ഊന്നിയതാണ്. എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തികൾ അപ്രകാരത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രമായിട്ട് തീരട്ടെ എന്ന് ഉള്ള ആശംസകളോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.